Science. കൂട്ടുകാരെ, ദേ അവിടെ നോക്കിയേ. ദേ 5 രൂപയ്ക്ക് ഐസ്ക്രീം. എന്റെ പൊന്നും കുരിശ് മുത്തപ്പാ, ഞാൻ ഇന്ന് ഐസ്ക്രീം തിന്ന് ചാവും. നിക്കതും വരട്ടെ, നമുക്ക് നോക്കാം. ഇത്രയും വില കുറച്ച് ഐസ്ക്രീം തരണമെങ്കിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്തു കുഴപ്പം? ഇത് വല്ല ഓഫറും ആയിരിക്കും. അതെ പ്രിൻസ്, ചിലപ്പോ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓഫർ ആയിരിക്കും. വാ, നമുക്കും കഴിക്കാലോ. ശരി, വാ നോക്കാം. ചേട്ടാ, ഒരു 4 ഐസ്ക്രീം. ചോക്ലേറ്റ് ഫ്ലേവർ തന്നെ ആയിക്കോട്ടെ. അയ്യോ മോനെ, ഐസ്ക്രീം തീർന്നു പോയല്ലോ. വില കുറച്ചതുകൊണ്ട് നല്ല ചെലവായിരുന്നു. എല്ലാ കുട്ടികളും മേടിച്ചോണ്ട് പോയെന്നേ. ഇനി നാളെ. ചേട്ടായി നാളെയും വരുവോ? പിന്നെന്താ, നാളെ വന്നോളൂ. സാരമില്ല ആദം, നമുക്ക് നാളെ മേടിക്കാലോ. അതെ, എന്തിനാ ഇത്രമാത്രം വിഷമിക്കുന്നേ? എന്നാലും ഇത്രയും വില കുറച്ച് ഞങ്ങൾ എങ്ങനെ ഐസ്ക്രീം വിൽക്കുന്നു? അപ്പോ അതിന്റെ ക്വാളിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ട്. ഈ പ്രിൻസ് ഇങ്ങനെയാ. എന്ത് നല്ല കാര്യമായാലും ഇവന് സംശയമാ. 5 രൂപയ്ക്ക് ഐസ്ക്രീം കിട്ടുമെങ്കിൽ അത് വയറ് നിറയെ കഴിക്കണം. അല്ലാതെ ഇങ്ങനെ സംശയിച്ച് അവസരം കളയുകയല്ല വേണ്ടത്. പക്ഷേ നമുക്ക് അതിനും ഭാഗ്യമില്ലാതെ പോയല്ലോ റോമെക്സ്. ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് നാളെ തീർച്ചയായും കിട്ടും. നിങ്ങൾ അറിഞ്ഞോ? എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികൾക്ക് ഫുഡ് പോയ്സൺ ആയിട്ട് ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു. എന്തു പറ്റി? ടീച്ചർ പറഞ്ഞത് മോശമായ ഭക്ഷണം കാരണമാണെന്ന്. പക്ഷേ 3 പേരും ഒരേപോലെ എങ്ങനെ? എനിക്ക് തോന്നുന്നു 3 പേരും ഒരേ ഭക്ഷണം കഴിച്ചതുകൊണ്ടാവും. 3 പേര് ഒരുമിച്ച് കഴിക്കണം എങ്കിലത് സ്കൂളിൽ മാത്രമല്ലേ സാധിക്കൂ. അത് ശരിയാണല്ലോ. എന്റെ സംശയം ആ ഐസ്ക്രീമാണ്. അത് മറന്നു. വേഗം വരൂ കൂട്ടുകാരെ, അല്ലെങ്കിൽ ഇന്നും നമുക്ക് ഐസ്ക്രീം കിട്ടില്ല. ആദം നിൽക്കൂ. ഈ ആദമിന്റെ ഒരു കാര്യം. വാ, നമുക്ക് പോകാം. 5 രൂപയുടെ ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നും തീർന്നുപോയി. ഈ
പ്രിൻസ് ആവശ്യമില്ലാണ്ട് സംസാരിച്ച് നേരം കളഞ്ഞു. അത് ഞാൻ... വേണ്ട പ്രിൻസ്, നീ ഒന്നും പറയണ്ട. ഇതിലെന്തോ കുഴപ്പമുണ്ട്, കണ്ടുപിടിക്കണം. കുട്ടികൾക്ക് ഫുഡ് പോയ്സൺ വരുന്നത് ഐസ്ക്രീം കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ തെളിയിക്കും? നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മൾ കുട്ടികളല്ലേ. പറഞ്ഞത് കേട്ടോ നിങ്ങൾ? 10ഓളം കുട്ടികൾ ഫുഡ് പോയ്സൺ കാരണം ഹോസ്പിറ്റലാണെന്ന്. ഇത്രയും വില കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി അത്രയും മോശമായിരിക്കും. അതുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് ഫുഡ് പോയ്സണിംഗ് ആകുന്നത്. ആദം എവിടെ? പറഞ്ഞതുപോലെ അവൻ എവിടെ? നിങ്ങളോട് പറയണ്ട എന്ന് പറഞ്ഞു അവൻ. അവൻ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നേരത്തെ പോയി. പ്രിൻസ്, ആദം കിട്ടിപ്പോയി. അതും ചോക്ലേറ്റ് ഫ്ലേവർ. നാളെയും പുള്ളിക്കാരൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മേടിക്കാം. ആദം, നീയും കേട്ടതല്ലേ ടീച്ചർ പറഞ്ഞത്? 10ഓളം കുട്ടികൾ. ഫ്രണ്ട്സ്, നീ ഒന്നും പറയണം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പോവാ. വാ, നമുക്ക് ഐസ്ക്രീം വിൽക്കുന്ന ആളെ ഒന്ന് കാണാം. ഹലോ അങ്കിൾ, ഞാൻ പ്രിൻസ്. ഇതെന്റെ കൂട്ടുകാർ സ്റ്റെഫി, റോമാക്സ്. ഹലോ കുട്ടികളെ, ഞാൻ റൂണി. ഐസ്ക്രീം തീർന്നു പോയല്ലോ, ഇനി നാളെ വരും. റൂണി അങ്കിൾ, എങ്ങനെ ഇത്രയും വില കുറച്ച് ഐസ്ക്രീം വിൽക്കുന്നു? ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണ്? ഈ ഐസ്ക്രീം ഏത് ബ്രാൻഡാണ്? കുട്ടികൾ ഇതൊന്നും അന്വേഷിക്കണ്ട. വേണമെങ്കിൽ നാളെ വന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് പോടാർക്ക. അപ്പോൾ ഞാൻ സംശയിച്ചത് സത്യം തന്നെ. ഇത് മായം കലർന്ന ഐസ്ക്രീം തന്നെ. ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊന്നും അന്വേഷിക്കേണ്ടെന്ന്. ഓക്കെ, ഇനി എന്ത് ചെയ്യും പ്രിൻസ്? കൂട്ടുകാരെ, റൂണിയങ്ങളുടെ കള്ളത്തരം നമുക്ക് പൊളിക്കണ്ടേ? സ്കൂളിലെ കൂട്ടുകാരെ നമുക്ക് രക്ഷിക്കണ്ടേ?
പ്രിൻസേ, എന്തു പറ്റി? പ്രിൻസ്, എന്താ മോനെ സംഭവിച്ചേ? പറയൂ. എനിക്ക് ഉറപ്പുണ്ട് ആ ഐസ്ക്രീം ചീത്തയാണ്. അതുകൊണ്ട് മാത്രമാണ് കുട്ടികൾക്ക് ഫുഡ് പോയ്സണിംഗ് ഉണ്ടാകുന്നേ. മോനെ പ്രിൻസേ, നിനക്കുറപ്പുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ സത്യത്തിനു വേണ്ടി പോരാടുക. അതിലെന്താ ഒരു സംശയം? ഗ്രാൻഡ്പ, ഞാൻ കുട്ടിയല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുട്ടികളുടെ രീതിയിൽ പ്രതികരിക്കണം. പ്രിൻസേ, നീ സാമുവൽ ബാലന്റെ കഥ കേട്ടിട്ടില്ലേ? കൂട്ടുകാരെ, നിങ്ങൾക്കും കേൾക്കണ്ടേ സാമുവൽ ബാലന്റെ കഥ? സാമുവൽ ബാലനായിരിക്കെ ഏലി എന്ന പുരോഹിതന്റെ മുൻപാകെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വന്നു. സാമുവൽ പൂർണ്ണ മനസ്സോടെയും ദൈവഭയത്തോടും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ ആ കാലത്ത് ദൈവവചനങ്ങൾ ദുർബലമായിരുന്നു. ഒരു രാത്രി സാമുവൽ തന്നെ ആരോ വിളിക്കുന്നത് കേട്ടു. അവൻ ഏലിയുടെ അടുത്തേക്ക് ധൃതിയിൽ ചെന്നു. ഏലി തന്നെ വിളിച്ചോ എന്നന്വേഷിച്ചപ്പോ ഇല്ല എന്ന് മനസ്സിലായി. ഏലി സാമുവലിനോട് പോയി കിടന്നുകൊള്ളാൻ പറഞ്ഞു. അവൻ അതനുസരിച്ചു. സാമുവൽ അന്നുവരെ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. ദൈവത്തിന്റെ വചനങ്ങൾ അന്നുവരെ അവന് വെളിപ്പെട്ടിരുന്നില്ല. രണ്ടാം തവണയും സാമുവൽ തന്നെ ആരോ വിളിച്ചതായി കേട്ടു. അവൻ അടിയൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയുടെ അടുത്തേക്ക് ചെന്നു. ഏലി അവനെ വിളിച്ചില്ല എന്ന് വീണ്ടും അറിയിച്ചു. സാമുവൽ വീണ്ടും കിടക്കുവാൻ വന്നു. ദൈവം മൂന്നാം തവണയും സാമുവലിനെ വിളിച്ചു. സാമുവൽ വീണ്ടും ഏലിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ദൈവമാണ് സാമുവലിനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി സാമുവലിനോട് പോയി കിടന്നുകൊള്ളുവാനും ഇനിയും നിന്നെ വിളിച്ചാൽ ദൈവമേ അരുൾ ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുവെന്ന് പറഞ്ഞുകൊള്ളണമെന്നും സാമുവലിനെ ഉപദേശിച്ചു. അപ്പോൾ ദൈവം വീണ്ടും സാമുവലിനെ വിളിച്ചു. അതിന് സാമുവൽ ദൈവമേ അരുൾ ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വിളി കേൾക്കുക, അതാണ്
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ജോലി. സാമുവേലിലൂടെ ദൈവത്തിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാം ഓരോരുത്തരിലൂടെയും ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. പ്രിൻസ്, നീയും സാമുവലിനെ പോലെ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവം നിനക്കും ശക്തി തരും. നീ മോശം പ്രവൃത്തി ചെയ്യുന്ന റൂണിയെ കണ്ടതും അതിന്റെ ഭാഗമാകാം. നിനക്ക് റൂണിയെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വിവേകപൂർവം നീ നിന്റെ കർത്തവ്യം ചെയ്യുക. ഗ്രാൻഡ്പാ, ഗ്രാൻഡ്മാ, എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് കൃത്യമായി തെളിഞ്ഞു വരുന്നുണ്ട്. സമയമായി. മായം കലർന്ന ഈ ഐസ്ക്രീം വിൽപ്പന ഇന്നും കൂടെ ഇവിടെ നടക്കൂ. ഇനി വേറെ സ്ഥലം കണ്ടെത്തണം. പ്രിൻസ്, റൂണി അങ്കിൾ, ഇന്നലെ ഇവിടുന്ന് 2 ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ച എന്റെ ഫ്രണ്ടാണ് ഇവൻ, ആദം. ഇവന് ഫുഡ് പോയിസണിംഗ് ആയി. ഇന്നലെ രാത്രി മുഴുവനും ഹോസ്പിറ്റലിലായിരുന്നു. അതെന്റെ ഐസ്ക്രീമിന്റെ പ്രശ്നമൊന്നുമല്ല. റോണി, നീ സത്യം പറയണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയൂ. അച്ചോ, ഇത് എന്റെ ഐസ്ക്രീമിന്റെ പ്രശ്നമാണെന്ന് എന്താ തെളിവ്? ഞാൻ ഇപ്പൊ തെളിയിച്ചുതരാം. ഇതെന്റെ മോൻ ജെയിംസ് അല്ലേ? ജെയിംസ് എന്താ ഇവിടെ? എന്താ ഇവരുടെ കൂടെ? അതെ, ജെയിംസ് തന്നെ. ഞാനാണ് ഇവനെ ഇവിടെ കൊണ്ടുവന്നത്. റൂണി അങ്കിൾ, നിങ്ങൾ തന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ജെയിംസിന് കൊടുക്കൂ. നല്ല ക്വാളിറ്റിയുള്ള ഐസ്ക്രീം അല്ലേ? കമോൺ റൂണി അങ്കിൾ, കൊടുക്കൂ. അവൻ കഴിക്കട്ടെ. എന്നോട് ക്ഷമിക്കണം. അവൻ ഈ ഐസ്ക്രീം കൊടുക്കാൻ പറയല്ലേ. ഞാൻ സമ്മതിക്കുന്നു, ഇത് മായം കലർന്ന ഐസ്ക്രീമാണ്. പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതായത്. കുട്ടികളാവുമ്പോ കൂടുതലൊന്നും അന്വേഷിക്കില്ല എന്ന് വിചാരിച്ചു. എന്നോട് ക്ഷമിക്കണം. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മുൻപിൽ ഒരേപോലെയാണ്. സ്വന്തം മോന്റെ കാര്യം വന്നപ്പോൾ റൂണി അങ്കിൾ പേടിച്ചു അല്ലേ? മറ്റു കുട്ടികളെ പറ്റി ഓർത്തില്ല. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്നോട് ക്ഷമിക്കൂ. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. പ്രിൻസ്, നീ സ്കൂളിനു വേണ്ടി വലിയ ഒരു കാര്യമാണ് ചെയ്തത്. നീ എല്ലാവർക്കും മാതൃകയാണ്.
കുട്ടികൾ ഇങ്ങനെയുള്ള ഭക്ഷണം കണ്ടാൽ വേഗം തന്നെ ഓടിക്കൂടും. ഒന്നും നോക്കാതെ മേടിച്ചു കഴിക്കും. മുതിർന്നവരെ അനുസരിക്കാതെ അല്ലെങ്കിൽ അവരറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല എത്ര വലിയ രോഗങ്ങളാണ് നാം വരുത്തി വെക്കുന്നതെന്ന്. കൂട്ടുകാരെ, ഇനി മുതൽ കഴിവതും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഇനി കഴിക്കണമെങ്കിൽ അത് മുതിർന്നവരെ അറിയിച്ച് അവർ പറയുന്നതനുസരിച്ച് കഴിക്കുക.